ചലിക്കാത്ത ശരീരം മനുഷ്യനിൽ മന്ദപ്പുണ്ടാക്കുന്നുള്ളത്. കുട്ടികളൊക്കെ 24 മണിക്കൂറും ഫോണിൽ തന്നെ കുത്തിത്തോണ്ടിയിരുന്ന് അങ്ങനത്തെ ഒരു അസ്വസ്ഥമായൊരവസ്ഥ ഉണ്ടാക്കിയപ്പോൾ അവർ പ്രഷർ തരി ഡ്രഗ്സിലേക്കും മാത്രം പോയി. അപ്പോൾ എന്താ ഞാൻ സുംബ ഡാൻസ് ആണെന്ന് രാവിലത്തെ എൻ്റെ വർക്കൗട്ടിൽ ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ഒരു ഓർഡർ വന്നത് എനിക്ക് കേട്ട് ഭയങ്കര സന്തോഷമാണ്. ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇന്നത്തെ ജനറേഷൻ അനുയോജ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്പോർട്സിൻ്റെ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ ചിലത് കളിക്കും, ചിലർക്ക് പറ്റില്ല എന്ന്. ഇതെല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് ഈ സുംബ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ശരീരം ചലിപ്പിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമുക്ക് ശാരീരിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ശാരീരിക ചലനങ്ങൾ കാണും. മനുഷ്യൻ്റെ മനസ്സ് സ്വസ്ഥാവണമെങ്കിലും ഒക്കെ മൂമെൻറ്റ്സ് ആവശ്യമാണ്. അപ്പം ഞാനിതെല്ലാം സുംബ ചെയ്യാണ്. അപ്പോൾ സുംബൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ സുംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ചലിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് എന്താണ് കുട്ടികളെ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള, ലഹരിയൊന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് വെറും ഒരു ഡാൻസ് പാർട്ടിയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ തെറ്റി അല്ല. ഇതൊരു നല്ലൊരു കാർഡിയാക് വർക്കൗട്ടാണ്, നല്ലൊരു സ്ട്രെസ് ബൂസ്റ്ററാണ്. നമ്മളെ ബോഡി എപ്പോഴാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ സ്ട്രെസ്സ് കുറക്കുന്ന ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. എന്തൊക്കെയാണ്? സെറട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻസ്, വേദന സംഹാരി, ഇതൊക്കെ മൂവ് ചെയ്യും. ഒക്കെ ഉൽപ്പാദിപ്പിക്കും സുംബ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഹോർമോൺസൊക്കെ എന്താണെന്നറിയാം? ഹാപ്പി ഹോർമോൺസാണ്. ഈ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനാണ് പലപ്പോഴും കുട്ടികളൊക്കെ ലഹരിയും മറ്റും സമീപിച്ച് അവർ ആരോഗ്യം നശിപ്പിക്കുന്നു. എന്നാൽ ഒരു സുംബ ചെയ്താലോ ഈ ഹാപ്പി ഹോർമോൺസ് അവർ ശരീരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കും. ഒരു ലഹരിൻ്റെ ആവശ്യം വരില്ല. വളരെ ഇൻട്രസ്റ്റിങ്ങോടെ ജോയ്ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ലഹരിയും മദ്യമൊക്കെ മനുഷ്യൻ എന്താക്കും? ഒരു ബ്ലാങ്ക് സ്ക്രീനാക്കി മാറ്റും. അവസാനം അതൊന്നും നശിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായി? പക്ഷേ ഇങ്ങനെ സുംബ ചെയ്താൽ എന്താ സുഖം? കുട്ടികൾക്കുണ്ടാകുന്ന പിയർ പ്രഷർ സമ്മർദ്ദങ്ങൾ, പഠനത്തിലെ സമ്മർദ്ദങ്ങൾ, പിന്നെ മാനസിക സ്ട്രെസ്സുകൾ, പരസ്പരം കമ്പയർ ചെയ്തുള്ള സ്ട്രെസ്സുകൾ, ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ നമ്മളിത് ചെയ്യുമ്പോൾ അതിലൊരു മൊറാലിറ്റി കീപ്പ് ചെയ്യണം. പരസ്പരം ഇടകലർന്ന് സ്ത്രീ പെണ്ണും ആണോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി അങ്ങനത്തെ ഒരു ഡാൻസ് പാർട്ടിയേക്ക് ഇതിനെ കണ്ട് മാറ്റരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അപകടം ഉണ്ടാക്കും. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിച്ച് വർക്കൗട്ട് ഫിറ്റ്നസ് ലക്ഷ്യം നേടുക എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഗുണമാണ് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കാർഡിയാക് വർക്കൗട്ട്, ഫണ്ണി വേല, ഇൻട്രസ്റ്റിങ്ങിലൂടെ ചെയ്യാൻ. മൂവ് ചെയ്യുക, അത്ര തന്നെ. ശരീരത്തിന് ഒരേ റൂളേ സുംബയിലുള്ളൂ, മൂവ് ഓൾവേസ്. ഓക്കെ, ഇത് അതിൻ്റേത് രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. ബൈ. Okay, done.